അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സ്നേഹ ആദരവുകൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ, ചേരിക്കപ്പാടം നൂറുൽ ഇസ്ലാം മദ്രസ 40ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഓൺലൈൻ ക്ലാസ്സിലാണ് ഞാനും നിങ്ങളും സമ്മേളിച്ചിട്ടുള്ളത്. ഏതാനും ദിവസങ്ങളായി വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കി പല ഉസ്താദുമാരും നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഇന്ന് നിങ്ങളുമായി സംവദിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച വിഷയം സുന്നത്ത് നിസ്കാരങ്ങളുടെ മഹത്വം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതും അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും നിസ്കാരമാണ്. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദിനം പ്രതി 5 വക്ത് നിസ്കരിക്കൽ നിർബന്ധമാണ്. ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പരിഗണിക്കപ്പെടേണ്ടതും നിർവഹിക്കപ്പെടേണ്ടതുമായ കാര്യമാണ് നിസ്കാരം. മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബി വര്യനായിരിക്കുന്ന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഇസ്ലാമിക പ്രബോധനവുമായി അയക്കപ്പെട്ട സമയത്ത് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഫഇദാ ജിഅതഹും ഫദൂഹും ഇലാ അൻ യശ്ഹദൂ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഓ മുആദേ, നീ യമനിൽ എത്തിക്കഴിഞ്ഞാൽ ഏകനായിരിക്കുന്ന അള്ളാഹുവിലേക്ക് അവരെ ക്ഷണിക്കണം. അല്ലാഹുവല്ലാതെ മറ്റാരാധ്യനില്ലെന്നും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും അവരെ ബോധ്യപ്പെടുത്തണം. ഫഇൻഹും അതാഉ ലക ബിദാലിക്, അതുകൊണ്ട് അവർ സമ്മതിക്കുകയാണെങ്കിൽ ഫഅഖ്ബിറുഹും അന്നല്ലാഹ ഫറള അലൈഹിം 5 സലവാത്തിൻ ഫീ കുല്ലി യൗമിൻ വലൈല. അവരോട് പറയണം, അവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസത്തിൽ 5 നേരം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഫറലാക്കിയിട്ടുണ്ട് എന്ന്. മഹാനായിരിക്കുന്ന മുആദ് റളിയല്ലാഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം പറഞ്ഞത് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അംഗീകരിപ്പിക്കുക എന്നുള്ളതാണ്. അതവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് 5 വക്ത് നിസ്കാരത്തിനെ കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നാണ് മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിൻ്റെ അടുക്കൽ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് ചോദിച്ചു വന്ന സ്വഹാബിയോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. വഅൻ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻ ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഹ്ലി നജ്ദിൻ. മഹാനായിരിക്കുന്ന ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തലമുടി പാറി പറന്നുകൊണ്ട് നജ്ദ് ദേശക്കാരനായ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ മുഴക്കം ഞങ്ങൾ കേൾക്കുന്നുണ്ട്, പറയുന്നതെന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രാപ്പകലുകളിലായി 5 നേരത്തെ നിസ്കാരം നീ നിലനിർത്തണം, നിസ്കാരം നിർബന്ധമാണ്. അദ്ദേഹം ചോദിച്ചു, വേറെ വല്ലതും നിർബന്ധമുണ്ടോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇല്ല, സുന്നത്തായി
നീ നിസ്കരിക്കുന്നത് ഒഴികെ. അപ്പോൾ സുന്നത്ത് നിസ്കാരം ഒരു മനുഷ്യനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതാണെന്നും ഒരു അടിമ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അടിമയോട് വല്ലാതെ അടുക്കും എന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. മഹാനായിരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാല, റസൂലുള്ളാഹ് പറയുകയാണ്, ഇന്നല്ലാഹ ഖാല വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി അത്താ ഉഹിബ്ബുഹു ഫഇദാ അഹ്ബബ്തുഹു കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തിശു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ വഇൻ സഅലനി ലഉതിയന്നഹു വലഇൻ ഇസ്തആദനി ലഉഈദന്നഹു. മഹാനായിരിക്കുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എൻ്റെ അടിമ സുന്നത്തായിരിക്കുന്ന കാര്യങ്ങളെ കൊണ്ട് എന്നിലേക്ക് അടുക്കുമ്പോൾ, സുന്നത്തായ നിസ്കാരങ്ങളെ കൊണ്ട് എന്നിലേക്ക് അടുക്കുമ്പോൾ, അത്താ ഉഹിബ്ബുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടും. ഫഇദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന ശ്രവണപുടങ്ങൾ ഞാനാവും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണ് ഞാനാകും. വയദഹു അല്ലതീ യബ്തിശു ബിഹാ, അവൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന കൈകൾ ഞാനായി മാറും. വരിജ്ലഹു അല്ലതീ യംശി ബിഹാ, അവൻ നടന്നുകൊണ്ടിരിക്കുന്ന കാല് ഞാനായി മാറും. വഇൻ സഅലനീ ലഉതിയന്നഹു, അവൻ എന്നോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവൻക്ക് നൽകപ്പെടും. വഇൻ ഇസ്തആദനീ ലഉഈദന്നഹു, അവൻ എന്നോട് കാവലിനെ തേടിക്കഴിഞ്ഞാൽ ഞാൻ അവൻക്ക് കാവൽ നൽകും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഈ ഹദീസ്, ഒരു മനുഷ്യൻ സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അവൻ്റെ കണ്ണും അവൻ്റെ ചെവിയും അവൻ്റെ കൈയും കാലുമൊക്കെ അള്ളാഹു ആകും എന്ന് പറഞ്ഞാൽ, മറ്റുള്ള ആളുകൾ കാണാത്ത പലതും അവനിക്ക് കാണാൻ കഴിയും. മറ്റുള്ള ആളുകൾ കേൾക്കാത്ത പലതും അവൻക്ക് കേൾക്കാൻ കഴിയും. മറ്റുള്ള ആളുകൾ കൈകൊണ്ട് ചെയ്യാത്ത പലതും അവൻ്റെ കൈകൊണ്ട് ചെയ്യാൻ കഴിയും. മറ്റുള്ള ആളുകൾ കാലുകൊണ്ട് ചെയ്യാൻ കഴിയാത്ത പലതും അവൻ്റെ കാലുകളെ കൊണ്ട് ചെയ്യാൻ അവനക്ക് കഴിയും. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശമുള്ളത്. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകൾ, നിസ്കാരങ്ങൾ, ആ നിസ്കാരങ്ങളിൽ പല പോരായ്മകളും ഉണ്ടാകും. നമ്മൾ ഫർള് നിസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് പല സ്ഥലങ്ങളിലൂടെയും സഞ്ചരിച്ചു കൊണ്ടിരിക്കും. നമ്മളുടെ മനസ്സിലേക്ക് നാം ഉദ്ദേശിക്കാത്ത പലതും കടന്നു വരും. നാം ഓതിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ വേണ്ടതുപോലെ ശ്രദ്ധയില്ലാതിരിക്കും. ഞാൻ നിസ്കരിക്കുകയാണെന്നുള്ള ബോധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടാകുമ്പോൾ ആ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സുന്നത്ത് നിസ്കാരങ്ങൾ നാം നിർവഹിക്കേണ്ടത്. കാരണം അവ്വലു മാ യുഹാസബുൻ നാസു ബിഹി യൗമൽ ഖിയാമത്തി മിൻ അഅമാലിഹിം അസ്വലഹ, നാളെ അന്ത്യനാളിൽ മനുഷ്യനെ വിചാരണ ചെയ്യപ്പെടുന്നതിൽ നിന്ന് ആദ്യത്തേത് നിസ്കാരമാകുന്നു.
അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, ഉൻളുറൂ ഫീ സ്വലാത്തി അബ്ദി അതമ്മഹാ അം നകസഹാ. എൻ്റെ അടിമയുടെ നിസ്കാരങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കുക, അത് പൂർണ്ണമായതാണോ അതല്ല അതിൽ വല്ല ന്യൂനതകളുമുണ്ടോ. ഫഇൻ കാനത്ത് താമ്മത്തൻ ഖതബത്ത് ലഹു താമ്മ. അത് പൂർണ്ണമാണെങ്കിൽ, പരിപൂർണമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പരിപൂർണമായ സവാബ് നൽകും. അതിനക്ക് പൂർണ്ണമായ സവാബ് അല്ലാഹു എഴുതപ്പെടും. വഇല്ലം തകുൻ താമത്തൻ, ഇനി അത് പൂർണ്ണമല്ലെങ്കിൽ, ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുകയാണ്, ഉൻളുറൂ ഹൽ ഇബാദി മിൻ തതവ്വുഇൻ. ഓ മലക്കുകളെ, എൻ്റെ അടിമ സുന്നത്തായ വല്ല കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുവീൻ. ഫഇൻ കാന ലഹു തതവ്വുൻ, അവൻ സുന്നത്തായ നിസ്കാരങ്ങൾ അവൻ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അത്തിമ്മൂ ലി ഇബാദി ഫരീളതഹു മിൻ തതവ്വുഇ. അവൻ്റെ സുന്നത്തായ കാര്യങ്ങളിൽ നിന്ന് അവൻ്റെ ഫറദിനെ എൻ്റെ അടിമക്ക് പൂർത്തീകരിച്ചു കൊടുക്കൂ. എന്നിട്ട് അവൻ്റെ ഫറദിനെ പൂർത്തീകരിച്ച് അതിൻ്റെ സവാബ് നൽകപ്പെടൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്ന ഒരു ദിവസം നമ്മളുടെ മുമ്പിലേക്ക് വരാനുണ്ട്. ആ ദിവസത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ ദുനിയാവിൽ ഒരുപാട് സുന്നത്തായ കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്തായിരിക്കുന്ന നിസ്കാരങ്ങൾക്ക് വലിയ സ്ഥാനങ്ങൾ കൊടുത്തിരുന്നു. അത് നിർവഹിക്കാൻ വേണ്ടി സ്വഹാബാക്കളെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുവഴി നാളെ സ്വർഗീയ ലോകത്ത് ഉന്നതമായിരിക്കുന്ന സ്ഥാനങ്ങൾ അവർക്ക് നൽകപ്പെടുമെന്ന് സ്വഹാബാക്കളോട് പറയുകയും ചെയ്തിരുന്നു. മഹാനായിരിക്കുന്ന റബീഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്തു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതൈതുഹു ബിവളൂഇഹി വഹാജതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഞാനൊരു രാത്രി കിടന്നു. അങ്ങനെ രാത്രിയായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടിയിട്ടും വുളു എടുക്കാനുള്ള വെള്ളവുമായി കൊണ്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു നിന്നു. ഫഖാല ലി, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, സൽ, ഓ റബീഅ, നീ ചോദിക്ക്. ഫഖുൽതു അസ്അലുക മുറാഫഖതക ഫിൽ ജന്നതി യാ റസൂലല്ലാഹ്. നബിയെ, അങ്ങയോട് കൂടെ സ്വർഗീയ ലോകത്ത് എനിക്കൊരു ഇടം വേണം, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പാതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മഹാനായിരിക്കുന്ന റബീഅ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വുളു എടുക്കാനുള്ള വെള്ളവുമായി കൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അല്ല റബിയെ, നീ ഉറങ്ങിയിട്ടില്ലേ? ഇല്ല നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് ചോദിക്കുകയാണ്, റബിയ, നിനക്ക് എന്താണ് വേണ്ടത്, നീ ചോദിച്ചോ. ആ സമയത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റബീഅ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നതി യാ റസൂലല്ലാഹ്. നബിയെ, അങ്ങയോടുകൂടെ സ്വർഗത്തിലൊരു ഇടം എനിക്ക് വേണം. കാല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവ ഗൈറദാക, അതല്ലാത്തതൊന്നും നിനക്ക് ചോദിക്കാനില്ലേ റബീഅ? ഖുൽതു, ആ സമയത്ത് ഞാൻ പറഞ്ഞു, റബീഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹുവദാക, അത് മതി നബിയെ.
ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഇന്നി അലാ നഫ്സിക ബികസിറത്തി സുജൂദ്. എന്നാൽ റബീഅ, നീ ഒരു കാര്യം ചെയ്യണം. ഒരുപാട് നിസ്കാരങ്ങൾ, സുന്നത്തായിരിക്കുന്ന നിസ്കാരങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് എന്നെ ആ വിഷയത്തിൽ സഹായിക്കണമെന്ന് മഹാനായിരിക്കുന്ന റബീഅ റളിയല്ലാഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. സുന്നത്തായിരിക്കുന്ന നിസ്കാരങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രീതി നമുക്ക് കിട്ടും. മാമിൻ അബ്ദിൻ മുസ്ലിമിൻ യുസല്ലി ലില്ലാഹി കുല്ല യൗമിൻ ഇസ്നതൈ അശ്റത റക്അഹ തതവ്വൻ ഗൈറ ഫരീള ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരു ദിവസത്തിൽ ഫറളല്ലാതെ 12 റക്അത്ത് സുന്നത്ത് ഒരു മുസ്ലിമായിരിക്കുന്ന മനുഷ്യൻ നിർവഹിച്ചു കഴിഞ്ഞാൽ ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്കൊരു വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഹബീബ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ ഒരുപാടുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിൻ്റെ മഹത്വങ്ങൾ മാത്രമാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നൽകും. അതിൽ 1-2 പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമതായി കൊണ്ട് അൽ ഫൗസു ബി മഹബ്ബത്തില്ല, അള്ളാഹുവിൻ്റെ പ്രീതി, അള്ളാഹുവിൻ്റെ ഇഷ്ടം, അത് അവനക്ക് കരഗതമാക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ പ്രീതി കൊണ്ട് വിജയിക്കാൻ അവനക്ക് കഴിയും. 2, അൽ ഖുർബ് ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയും. പടച്ച റബ്ബിലേക്ക് അടുക്കാൻ ഒരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിരന്തരം അള്ളാഹുവിനിക്ക് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുക. മൂന്നാമതായി കൊണ്ട് ഫർള് നിസ്കാരങ്ങളിലുള്ള വീഴ്ചയെ സുന്നത്ത് നിസ്കാരങ്ങളെ കൊണ്ട് പരിഹരിക്കപ്പെടും. നാം നിസ്കരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പോരായ്മകൾ ഉണ്ടാകും. ആ പോരായ്മകളൊക്കെ പരിഹരിക്കപ്പെടുന്നത് സുന്നത്ത് നിസ്കാരങ്ങളെ കൊണ്ടാണ്. നാലാമതായി ഒരുപാട് നന്മകൾ നേടിയെടുക്കാൻ അവനക്ക് സുന്നത്ത് നിസ്കാരങ്ങളെ കൊണ്ട് കഴിയും. 5, അവൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ മായ്ച്ചു കളയും. ഞാനും നിങ്ങളൊക്കെ ഈ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ കണ്ടും കേട്ടും ജീവിക്കുന്ന ആളുകളാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ പക്കൽ നിന്ന് വരുന്ന പാപങ്ങൾ, അത് പൊറുക്കപ്പെടാനുള്ളൊരു കാരണമാകും നാം നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ. ആറാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് പ്രതിഫലം ഇരട്ടിയായി ലഭിക്കും. അവൻ നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ പ്രതിഫലത്തിനേക്കാൾ അല്ലാഹു വലിയ പ്രതിഫലമാണ് അവനക്ക് നൽകുക. 2 റക്അത്താണ് നിസ്കരിക്കുന്നതെങ്കിലും അവനിക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം അതിനൊക്കെ എത്രയോ അപ്പുറമായിരിക്കും. ഇരട്ടി പ്രതിഫലങ്ങൾ അല്ലാഹു നൽകും. 7, ദുന്യാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് വലിയ സ്ഥാനമാനങ്ങൾ നൽകും. ദുന്യാവിലും നൽകും, അതിലുപരി പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ദറജകൾ അല്ലാഹു നൽകും. സുന്നത്ത് നിസ്കാരങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ കിട്ടുന്ന നേട്ടങ്ങളാണ് ഇതെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തായ കർമ്മങ്ങളെ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുവാനും അതുവഴി നമ്മളുടെ ദുന്യാവും ആഖിറവും വിജയിക്കുന്ന മുത്തഖീങ്ങളായ അടിമകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.
മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ നമുക്കും നമ്മളുടെ കുടുംബങ്ങൾക്കും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, നമ്മളുടെ മശായിഖന്മാർ, നമ്മളുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മണ്ണറകളെ മണിയറകളാക്കി പരിവർത്തനം ചെയ്യട്ടെ. അവരെയും നമ്മളെയും അള്ളാഹുവിൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.